എന്തുവായി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞാ. റഫേ 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 ബാ. റഫേ ബാ. ക്രിസ്മസിന് രാവിലെ പള്ളിയിൽ പോകാൻ നിൽക്കുന്ന കാഴ്ചയാണിത്. സാധാരണ രാവിലെ എഴുന്നേറ്റ ഉടനെ റഫേനെ വാക്കിങ്ങിന് കൊണ്ടുപോകുന്നതായിരുന്നു നമ്മുടെ പതിവ്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ നേരെ പള്ളിയിൽ പോയിട്ട് പോകാമെന്ന് കരുതി. ക്രിസ്മസിനായിട്ട് നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രാവിലെയാണ് പള്ളിയിൽ പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ കുർബാനയെല്ലാം കഴിഞ്ഞിറങ്ങി ഞങ്ങൾ പുൽക്കൂട് കാണാൻ വേണ്ടി പോവാണ്. പുൽക്കൂട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പുൽക്കൂടുകൾ നമുക്ക് കാണാനുണ്ടായിരുന്നു. നൈറ്റിലാണ് ഈ ക്രിബൊക്കെ കാണാൻ നല്ല ഭംഗി, കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇതിപ്പോൾ ഏർലി മോർണിംഗ് മാസ് കഴിഞ്ഞ് എല്ലാവരും ക്രിബൊക്കെ കണ്ടിട്ടാണ് വീട്ടിലേക്ക് പോവുക. ക്രിബ് ഉണ്ടാക്കിയവരിൽ പലരും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ക്രിബ് ഉണ്ടാക്കിയത്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ചിലർ സ്റ്റാറ്റു വാങ്ങാനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഒരുപാട് ക്യാഷ് ഇറക്കിയിട്ടുണ്ട്. നമുക്കത് ഓരോ ക്രിബ് കാണുമ്പോഴും മനസ്സിലാവും. അപ്പം എങ്ങനെ വരും? ഒറിജിനലായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഒന്നും കാണത്തില്ല, ഒരു പശുക്കൂട് മാത്രമേ കാണുള്ളൂ. ഈ പുൽക്കൂട് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. കുറച്ച് ക്രിയേറ്റീവായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ കാലിത്തൊഴുത്ത് മാത്രമുള്ള പുൽക്കൂട്. ഇത് ഫുൾ അവരൊരു ക്ലോത്തിലാണ് ചെയ്തിരിക്കുന്നത്. മൗണ്ടെയ്ൻസും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ക്ലോത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ചെറിയ ചെറിയ സെറ്റിങ്സ് മാത്രമേ അവരല്ലാണ്ട് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്ന പുൽക്കൂട് കുറച്ച് വെറൈറ്റിയാണ്. കാരണം ഇതൊന്നും ഒറിജിനൽ സ്റ്റാറ്റ്യൂസ് അല്ല, കുറച്ച് സ്റ്റാറ്റ്യൂ പോലെ ഇരിക്കുന്ന കുറച്ച് പിക്ചേഴ്സാണ് അവരോട് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ടാൽ ഒരു അറബിക് പുൽക്കൂട് പോലെയൊക്കെ ഉണ്ട്. കുറച്ച് വെറൈറ്റി പുൽക്കൂട് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടന്നപ്പോഴാണ് ക്രിസ്മസ് ട്രീ കണ്ടത്. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ട്രീയുടെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ട്രീയുടെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് ഫോട്ടോസും ചെറിയ വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തിട്ടിങ്ങ് പോന്നു. അങ്ങനെ ഫോട്ടോസ് എല്ലാം എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ അവിടെ അച്ഛനെ കണ്ടു കുർബാന അർപ്പിച്ച്. ആ അച്ഛൻ ഞങ്ങൾക്ക് ബ്ലെസ്സിങ് ഒക്കെ തന്നു വിട്ടു. ഞങ്ങൾ അങ്ങനെ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി. രാവിലെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. കുറച്ചു നേരം ഞങ്ങൾക്ക് വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട വന്നെങ്കിലും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വണ്ടി കിട്ടി. ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഏർലി മോർണിംഗിനായിരുന്നു പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന്. ഏർലി മോർണിംഗ് 6:30 ഹോളി മാസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. രാവിലെയുള്ള മോർണിംഗ് വാക്ക് താമസിച്ചിലുള്ള പരാക്രമത്തിലായിരുന്നു റഫേൽ. റാഫേൽ ഭയങ്കര ബഹളമായിരുന്നു രാവിലെ വാക്കിങ്ങിന് പോകാത്തതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പള്ളിയിലേക്കാണ് പോയത്. 6:30 ഹോളി മാസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നിഖിൽ റഫേലിനെ കൊണ്ട് നടക്കാൻ പോയിട്ടുണ്ട്. ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് തൊട്ട് പിറ്റേന്നാണ് നിഖിലിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നൈറ്റിൽ തന്നെ ഞാൻ ക്യാൻഡിൽസും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ലൈറ്റും പ്രൊജക്റ്റിംഗ് ലൈറ്റും എല്ലാം സെറ്റ് ചെയ്തൊരു പാർട്ടി മൂഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിഖിൽ വരേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വിഷ് ചെയ്യാം. Happy birthday to you. Happy birthday to you. Happy birthday to you. ഒരു കഷ്ണം റഫേക്കും കൊടുക്കാം. ഒരു കഷ്ണം കേക്ക് ഞങ്ങൾ റഫേലിനും കൊടുത്തു. റഫേലിന് റേസിനൊന്നും കഴിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ റേസിനൊക്കെ മാറ്റി വെച്ചാണ് ഞങ്ങൾ കൊടുത്തത്. നിഖിലിൻ്റെ സ്പോർട്സ് ഷൂ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു സ്പോർട്സ് ഷൂ ആണ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബർത്ത്ഡേക്ക് ഫ്രണ്ട്സും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെവിസിൻ്റെ ഒരു ഷർട്ടായിരുന്നു അവർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ആൻഡ് ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.